Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞോ prayer എല്ലാം കഴിഞ്ഞോ? Good afternoon, ma'am. Good afternoon. Okay. prayer കഴിഞ്ഞിരുന്നോ അതോ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളോ? Yes, please. ആരും മിണ്ടാത്തെ? പ്രയർ ഒന്നും കഴിഞ്ഞില്ല മാം. സൈനിനൊന്നും പറഞ്ഞില്ലായിരുന്നു ആരും. ആണോ? ഓക്കെ. നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ല. യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ. നിങ്ങൾ തന്നെ ലീഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു വൈബ് വേറെ ആയിരിക്കും. നമ്മൾ ആരും ലീഡേഴ്സ് അല്ല, എല്ലാവർക്കും ആ റോള് എല്ലാവരിലൂടെയും പോകണം. ഓക്കെ, സോ പ്ലീസ് സ്റ്റാർട്ട്. ആരുമില്ലേ? പ്രേരണ ആരുമില്ലേ? ഞാൻ ചെല്ലമ്മ റോഷ്ന. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനെ ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനെ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയെ സ്നേഹിച്ചും ആദരിച്ചും കൂടെ കളിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞൊരെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാന്. താങ്ക് യു. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റ്. ആണോ? റോഷ്ന, അപ്രീഷിയേറ്റിംഗ് യുവർ ഇന്നസെൻസ്. എനിക്ക് ഭയങ്കര, ആളെ കണ്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി വളരെ നിഷ്കളങ്കയായ ഒരു കുട്ടിയാണെന്ന് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഇറ്റ് വാസ് വെരി ക്യൂട്ട്. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ്? സൈൻ ഇൻ ചെയ്യട്ടെ മാഡം? ഞാനല്ല ഇന്ന് ചെയ്യേണ്ടത്. നാളെ ബഷീർ ദിനാണല്ലോ. അപ്പൊ ബഷീർ മതിലുകൾ എന്നിട്ട് കുറച്ച് ഡയലോഗുകൾ പറയാം. ഞാൻ പെട്ടെന്ന് ഇപ്പൊ 12 മണിയാവുമ്പോൾ സെറ്റ് ആക്കിയതാണ്. അതിന്റെ പോരായ്മയൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ. ജൂൺ 5 വൈക്കം ബഷീർ ദിവസമാണ്. മതിലുകൾ എന്ന നോവലിലെ നാരായണിയും ബഷീറും എന്ന കുറച്ച് ഭാഗം പറയാം. ആരാ അത് ചൂളമടിക്കുന്നത്? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലം തടവ്. ഇപ്പോൾ ഞാനിവിടെ തനിച്ചാണ്. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോൾ കുറ്റമാണല്ലോ. വന്നിട്ട് ഒത്തിരി നാളായോ? അതെ, 1 കൊല്ലം. ഹോ, എന്തൊരു ജീവിതം. നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. നാരായണി, എനിക്കൊരു റോസാ ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടി ഉള്ളത്? ജയിലല്ലേ, എല്ലാവരും എല്ലാം അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? നാരായണി, ഈ ഭൂമിയിലെ എല്ലാ പനിനീർ ചെടികളും നാരായണിക്ക് തരും. ഒരെണ്ണം മതി. തരുമോ? ഹോ, എന്തൊരു ചോദ്യമാണ് നാരായണി. തരുമോ എന്ന്. നാരായണി, അവിടെ തന്നെ നിൽക്കണേ, ഞാൻ കൊണ്ടുവരാം. ആ, നാരായണി. നാരായണി. എന്തോ? ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി.
ബഷീറേ, ബഷീറേ. ആ ഞാൻ ചുംബിക്കുകയായിരുന്നു ഓരോ പൂവിലും മൊട്ടിലും. ഹോ, എന്തൊരു വിധി! നാരായണി, ചുവടിലെ കെട്ടഴിക്കരുത്. കുഴിച്ചിട്ട് മണ്ണിട്ട് വെള്ളമൊഴിക്കണം ദിവസവും. എനിക്ക് കരയാൻ തോന്നുന്നു. പക്ഷെ എന്തിനാ? ഞാനൊരു ഉണക്കക്കമ്പിടും. കണ്ടാൽ വരുമോ? ഞാനത് നോക്കിയിരിക്കും. എന്റെ ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. നാരായണി, എന്തോ ആ റോസാ ചെടി നട്ടിട്ട് വരും. താങ്ക് യു മാം. ഓക്കെ. എനിക്ക് മതിലുകൾ മൂവി ആയിട്ട് ഓർമ്മ വരുന്നത്. ഞാനിത് വായിച്ചിട്ടുമുണ്ട്. ബഷീറിന്റെ അതേ വാക്കുകളിലൂടെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാല് നല്ല ഗുഡ്, ആർക്കും മനസ്സിലാകുന്ന ഒരു ലളിതമായ ഭാഷ അല്ലെ. അദ്ദേഹത്തിന്റെ കൊളോക്കിയലായിട്ട് അദ്ദേഹത്തിന്റെ ആ നാടിൻ്റെതായിട്ടുള്ള ഒരു റിഥം ആ വാക്കുകളിൽ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന, പക്ഷെ പകുതി എന്താ പറയാ ഫിക്ഷനും പകുതി റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്താണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വെരി നൈസ്. ഒരു പറയാ ഒരു ഓർമ്മപ്പെടുത്തൽ, വായന തുടങ്ങണം എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ആയി. ഓക്കെ, താങ്ക് യു. Education is the great engine of personal development. It is through education that the daughter of a peasant can become a doctor, that the son of a mine worker can become the head of the mine, that a child of farmer workers can become the president of great nation. It is what we make out of what we have, not what we are given, that separates one person from another. Nelson Mandela. ഓക്കെ, നിങ്ങൾക്ക് റെക്കോർഡ്സ് ചെയ്യാൻ എവിടെ വരെ പറഞ്ഞു തന്നു? റെക്കോർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. മാം, അത് 4 കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ മാത്രമേ പെൻഡിങ് ഉള്ളൂ. ലാസ്റ്റത്തെ നമ്മുടെ മോഡ്യൂൾ 3 ആണ്, മോണ്ടിസോറി അപ്പാരറ്റസ്. അതപ്പോ അതിനകത്ത് ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിൾ, അതിന്റെ ഫീച്ചേഴ്സ്, അത് എഴുതിയിട്ടുള്ള ഒരു റെക്കോർഡിന്റെ കോപ്പി, സ്കാൻഡ് കോപ്പി ആ ഒരു ടൈം മുമ്പ് ഷെയർ ചെയ്യും. എന്നിട്ട് അത് കോപ്പി ചെയ്താൽ മതി. പിന്നെ സർവേയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്കിപ്പോ ചൈൽഡ് ഡെവലപ്മെന്റ് ആണോ ടീച്ചേഴ്സ് എടുക്കുന്നത്? ആണോ? ഏത് ചാപ്റ്റർ എടുക്കുന്നത്? മറ്റുള്ള ടീച്ചേഴ്സിന്റെ കാര്യം ചോദിച്ചത്. മരിയ മോണ്ടിസോറി മിസ്. അതായത് പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഞാൻ എടുത്തോണ്ടിരുന്നത് ഏതായിരുന്നു? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണോ, എഡ്യൂക്കേഷൻ സൈക്കോളജി ആണോ? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തോ ടീച്ചേഴ്സ്? സൈക്കോളജി എടുക്കാനുണ്ട്. ഓക്കെ, ഫൈൻ. അതില് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പോർഷൻസ് ഉണ്ട്. അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടാണ് ആ പാർട്ട് കിടക്കുന്നത്. അതിനെ നമ്മൾ 2 സബ്ജക്റ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് ചൈൽഡ് ഡെവലപ്മെന്റും മറ്റേത് സൈക്കോളജി. അപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റില് നമ്മളുടെ PDF ഒരു റെഫറൻസ് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കാണേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു സെഷൻ ഞാൻ എന്തായാലും എടുക്കാം, ഒരു ഓവർവ്യൂ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട്. ബിഫോർ ദാറ്റ് ഞാൻ ഈ സർവേയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ചൈൽഡ് ഡെവലപ്മെന്റിന്റെ സെഷൻ എടുത്തതുകൊണ്ടാണ് സർവേ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത്. നിങ്ങൾ സർവേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? അറിയാമോ? സർവേ നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ടില്ലേ? നമ്മുടെ ലോക്കൽ അതോറിറ്റീസ്, ചിലപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരും, ചിലപ്പോൾ ആശാ വർക്കേഴ്സ് ഒക്കെ വരും അല്ലെ? സർവേ ഫീൽഡ് വർക്ക് അല്ലേ സർവേ? അതെ അതെ അതെ. അവര് വരുമ്പോ നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ? ചിലത് യെസ് ഓർ നോ ആയിരിക്കും, ഓപ്പൺ ക്വസ്റ്റ്യൻസ് അതുപോലെ ആയിരിക്കും അല്ലെ? യെസ് ഓർ നോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് മിനിമം 5 പാരന്റ്സ്, അതിൽ കൂടുതലായാൽ അത്രയും നല്ലത്. ഡേറ്റ കളക്ഷൻ മോർ ആയാൽ നമുക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. മിനിമം 5 പാരന്റ്സ്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുടെ പാരന്റ്സ് കിട്ടും.
അത് ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിലാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് കിട്ടുന്ന ഡേറ്റ അതുപോലെ നമുക്ക് മനസ്സിലാവും. കടഞ്ഞെപ്പിക്കാനും സംസാരിക്കുമ്പോൾ സുഖമില്ല. അപ്പോ ഡിഫറെന്റ് സോഷ്യൽ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല ഫിനാൻഷ്യൽ ലെവലിലുള്ളവരുണ്ടാവും. അതുപോലെ പാരന്റ്സ് രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ കുട്ടികളെ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കെയർ ഗിവേഴ്സ്, അല്ലെങ്കിൽ ഡേ കെയറിൽ വിടുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് ചെറിയ ക്ലാസ്സുകളിലുള്ള കുട്ടികൾ, നിങ്ങളിപ്പോ അഡോളസെന്റ് ആയാലും കുഴപ്പമില്ല. കാരണം അഡോളസൻസ് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സിന്റെ ഇടയ്ക്ക് ഇന്റർവെൻഷൻ നടത്തിയിട്ട് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. സർവേയുടെ ഡീറ്റെയിൽസിന് പോയപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ശ്രീലക്ഷ്മി ട്യൂഷൻ എടുക്കുന്ന ആ കുട്ടി 6th സ്റ്റാൻഡേർഡോ മറ്റോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് അഡോളസൻസ് ആയ ഒരു കുട്ടിയാണല്ലോ. നല്ല രീതിയിൽ ഇന്റർവെൻഷൻ നടത്താൻ പറ്റി. അതുപോലെ നമ്മുടെ പല ട്രെയിനേഴ്സും സർവേക്ക് പോകുമ്പോൾ ഇതുപോലെ പാരന്റ്സ് കുട്ടികളെയായിട്ട് റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാതെ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന പാരന്റ്സ് ഉണ്ടാവും. നമ്മൾ അങ്ങ് ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് അവർക്ക് തോന്നും. പല കാര്യങ്ങളും സോൾവ് ചെയ്ത് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കറക്റ്റ് ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് നമ്മുടെ ട്രെയിനേഴ്സിന് പറ്റിയിട്ടുണ്ട്. ഈ സർവേ എക്കാലത്തും ഇമ്പോർട്ടന്റ് ആണ്. സർവേയുടെ തീം ഇതാണ്, ടോപ്പിക് ഇതാണ്. നമ്മളുടെ വീടുകളിലും സ്കൂളുകളിലും ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ അല്ലയോ, അതാണ് സർവേയുടെ തീം. സർവേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളിങ്ങനെ ഡേറ്റ കളക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതൊരു റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്ത്, അതായത് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന പോലെ അല്ലെ, അത് നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഫർദർ എന്തെങ്കിലും ഹയർ റിലേറ്റഡ് വിത്ത് ഹയർ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത വർക്കുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പൊ നമ്മള് ഫുൾ എഫേർട്ട് എടുത്ത് ചെയ്ത വർക്കുകളാകുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. അപ്പൊ ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിലുള്ള പാരന്റ്സിനെ കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയല്ല. അതുപോലെ വർക്കിംഗ് ആയിട്ടുള്ള പാരന്റ്സ്, കുറച്ചൊരു ആവറേജ് ഫാമിലിയിലുള്ളത്, അമ്മ ജോലിയില്ലാത്തത്, അങ്ങനെ പിന്നെ പാരന്റ്സ് നഷ്ടപ്പെട്ട കുട്ടികൾ ഉണ്ടാവുമായിരിക്കും, ഗ്രാൻഡ് പാരന്റ്സിന്റെ കെയറിൽ ജീവിക്കുന്നവരുണ്ടാകും, അങ്ങനെ ആ രീതിയിലുള്ളത്. ഒരു ട്രെയിൻ ചെയ്ത സർവേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നാട്ടിലെ കുട്ടികളെയും കൺസിഡർ ചെയ്തു, യൂറോപ്യൻ കൺട്രീസ്, ഗൾഫ് കൺട്രീസ്, അങ്ങോട്ട് പോയി അവിടെ സെറ്റിൽ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇല്ലേ, അപ്പൊ അവിടെ പഠിക്കുന്ന എല്ലാ രീതിയും മനസ്സിലാകുമല്ലോ. അപ്പൊ ആ രീതിയിലും ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഒരു ട്രെയിനി എന്താ പറയാ, ഇന്റർവ്യൂവിൽ പോയ ഒരിടത്ത് ജോലി കിട്ടി. അപ്പൊ ആ കുട്ടി ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സർവേ, അത് പറയുക, ഈ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ചെയ്യാനുള്ള സർവേ അല്ല, ഇതിങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഏതൊക്കെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കൂ, ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതുപോലെ കളക്ട് ചെയ്ത്, ഞാൻ അനലൈസ് ചെയ്ത്, എന്തെങ്കിലും ഇന്റർവെൻഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ വൈവ ടൈമിൽ ചോദിക്കുമ്പോൾ ഏകദേശം ഒരു 30 പാരന്റ്സിനെ ഉണ്ടെങ്കിൽ അത് ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സർവേ നമുക്ക് പല രീതിയിൽ ചോദിക്കാം. അതായത് നമുക്ക് ഇന്റർവ്യൂ പോലെ ചോദിക്കാം. നമുക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് നോട്ട് ചെയ്ത് പോകാം. അതല്ല, നമ്മൾക്ക് ഒരു ഷീറ്റ് കൊടുക്കാം, കുറെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഷീറ്റ് കൊടുക്കാം, ക്വസ്റ്റ്യനെയർ ആ രീതിയിൽ ചോദിക്കാം. പിന്നെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഡേറ്റ എടുക്കാം, ഒബ്സർവ് ചെയ്ത് നമുക്ക് ഡേറ്റ എടുക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് ക്വസ്റ്റ്യനെയർ ആ ഒരു രീതിയിലാണ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 35 അത്രത്തോളം ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നോക്കുക, അതില് അത്ര റെലവെന്റ് അല്ലാന്ന് തോന്നുന്നത് നിങ്ങൾക്ക് കളയാം. എന്നിട്ട് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണം, കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ്. അതുകൊണ്ട് ഞാൻ വേർഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് പേജിൽ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്, എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്നുള്ളത്. നെക്സ്റ്റ് പേജ് വരുമ്പോ ക്വസ്റ്റ്യനെയർ ഞാൻ ഒരു ഒറ്റ പേജിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ പേജ് മാത്രം പ്രിന്റ് എടുത്താൽ മതിയാകും. ഇപ്പൊ 5 പാരന്റ്സിനെയാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ 5 പ്രിന്റ് ഔട്ട്സ് എടുക്കണം, ഡേറ്റ കളക്ട് ചെയ്യുക, എന്നിട്ട് പേപ്പർ അവർക്ക് കൊടുത്താൽ മതി. അങ്ങനെയല്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നവരല്ലെങ്കിൽ ഫോണിലൂടെ ചോദിച്ച് നമ്മൾ ടിക്ക് ചെയ്താലും മതി. ഇനി വരച്ചത് ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാട്ടോ. അപ്പൊ അത്രയും വരയ്ക്കേണ്ട വരും, അത്രയേ ഉള്ളൂ. 5 പാരന്റ്സ് ആണെങ്കിൽ അത്രയും തന്നെ വേണം, മിനിമം ആണ് 5 പാരന്റ്സ്, മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആവും. ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യന്റെ നമ്പർ, പിന്നെ ക്വസ്റ്റ്യൻ ആ സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളത്. ഓപ്ഷൻസ് നമുക്കിവിടെ 4 എണ്ണം ഉണ്ട്. യെസ്, നോ, സംടൈംസ്, നോട്ട് ഷുവർ, അല്ലെ? ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോ അങ്ങനെ ഒരു ആൻസർ വരാം, ചിലപ്പോ അറിയില്ല. ഇപ്പൊ സ്കൂളിലെ ചില കാര്യങ്ങൾ പാരന്റ്സിനോട് ചോദിക്കുമ്പോൾ പാരന്റ്സിന് അറിയണമെന്നില്ല, അല്ലെ? ഇപ്പൊ സ്കൂളിലെ ടീച്ചർ ട്രെയിൻഡ് 1 ആണോ, നമുക്ക് ഉറപ്പില്ല, നോട്ട് ഷുവർ.
അറിയില്ല അല്ലെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോളൂ. കുട്ടികൾക്ക് ഇനഫ് പ്രോട്ടീൻ ഉള്ള ഫുഡ് ആണോ കൊടുക്കുന്നതെന്ന്. നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പാരന്റ്സ് വളരെ ട്രസ്റ്റ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ നമ്മളോട് തുറന്ന് പറയുന്ന, അങ്ങനെ ഹോപ്പ് ചെയ്യരുത്. എന്നാലും ജസ്റ്റ് നമ്മളത് അവരെ കൊണ്ട് ചെയ്യിക്കുക. അറ്റ്ലീസ്റ്റ് അവര് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അവരൊന്ന് ചിന്തിക്കുമല്ലോ. പിന്നെ ഇമ്മ്യൂണൈസേഷൻ, പ്രൊട്ടക്റ്റീവ് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ടോ? പിന്നെ കുട്ടിക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ടോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? മറ്റ് നൈബേഴ്സിന്റെ അടുത്തുള്ള കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് വിടാറുണ്ടോ? പിന്നെ നിങ്ങൾ ഔട്ടിങ്ങിന് പോകുമ്പോൾ കുട്ടികളെ കൂട്ടാറുണ്ടോ? പിന്നെ കുട്ടി ഗസ്റ്റ് ഒക്കെ വരുമ്പോ നല്ല രീതിയിൽ നല്ല ഗുഡ് മാനേഴ്സിലാണോ പെരുമാറുന്നത്? ചില പാരന്റ്സ് പറയാറില്ലേ, ഒരു കുഴപ്പമുണ്ടാവില്ല, വീട്ടിൽ ആരെങ്കിലും വന്നു കഴിയുമ്പോൾ അവൻ എന്താ പറ്റണേന്ന് അറിയില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയും. ചില കുട്ടികൾ സ്കൂളില് ഭയങ്കര സൈലന്റ് ആയിരിക്കും, വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കാം അല്ലെ. പിന്നെ കുട്ടികളെ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ? അതായത് ഫ്രണ്ട്സുമായിട്ടും വീട്ടിലോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ അങ്ങനെ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ? പിന്നെ ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടോ? പിന്നെ ടീച്ചർ കുട്ടിയെ പറ്റി നല്ല ഒപ്പീനിയൻ ആണോ പറയുന്നത്? കുട്ടി സിബ്ലിങ്സ് ആയിട്ട്, ചേട്ടൻ, അനിയൻ, ചേച്ചി, അനിയത്തി, അങ്ങനെ ആരെങ്കിലും ആയിട്ട് വഴക്ക് കൂടാറുണ്ടോ? പിന്നെ വീടിനകത്തും പുറത്തും കുട്ടി ഹാപ്പിയാണോ? ചില പാരന്റ്സ് ചിലപ്പോൾ അവെയർ പോലും ആവില്ല കുട്ടി, അത്രയ്ക്ക് തിരക്കുള്ള പാരന്റ്സും ഒക്കെ ഉണ്ടാവുള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യട്ടെ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ മിക്ക അടുത്തുനിന്നും കിട്ടിയ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ പാരന്റ്സ് നല്ല കെയർ എടുക്കുന്നു എന്നാണ് ഇതുവരെ എല്ലാ ട്രെയിനീസും പോയിടത്തുനിന്ന് കിട്ടിയ ഒരു റിവ്യൂ. പിന്നെ കുട്ടിയുടെ ടീച്ചർ ഒരു ട്രെയിൻഡ് വണ്ണാണോ? കുട്ടിക്ക് വീട്ടില് ആവശ്യത്തിനുള്ള റെസ്റ്റ് ചെയ്യാനും എന്റർടൈൻമെന്റിനുള്ള ടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? പിന്നെ സ്കൂൾ അഡ്മിഷന്റെ സമയത്ത് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടായിരുന്നോ? ചില സ്കൂളിലെ ഏജ് അവർ ഭയങ്കര ഇതായിട്ട് പറയൂ അല്ലെ, LKG അഡ്മിഷൻ എടുക്കുമ്പോൾ 4 വയസ്സ് പൂർത്തിയാകണമെന്നോ അങ്ങനെയൊക്കെ പറയാറില്ലേ. പിന്നെ ഗാർഡിയൻസ് അല്ലെങ്കിൽ പാരന്റ്സ് കുട്ടിയുടെ സ്കൂളിലെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? ചില സമയത്ത് PTA മീറ്റിംഗ് ആവാം, ആനുവൽ ഡേ വരാം, സ്കൂളിലെ സ്പോർട്സ് ആവാം. ചില സ്കൂളുകളിലെ പാരന്റ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചില പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ കുട്ടിയുടെ ഇൻട്രസ്റ്റും ടേസ്റ്റും കൺസിഡർ ചെയ്യാറുണ്ടോ? ഫോർ എക്സാമ്പിൾ, കുട്ടിക്ക് ഒരു ഉടുപ്പ് വാങ്ങണം, അവന് ഇഷ്ടമുള്ള കളറാണോ, അവൻ പറയുന്ന കളർ, അങ്ങനത്തെ രീതിയിലുണ്ടോ? കുട്ടിക്ക് ഒരു ഷൂ വാങ്ങുന്നു, അല്ലെങ്കിൽ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഓർഡർ ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫുഡ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നു, കുട്ടി പറയുന്ന, അങ്ങനെ എന്ത് തന്നെ ആയാലും കുട്ടിയുടെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ടേസ്റ്റും കൺസിഡർ ചെയ്യാറുണ്ടോ? കുട്ടിയുടെ ബിഹേവിയറിനെ പറ്റി ടീച്ചർ നമ്മളോട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? പിന്നെ കുട്ടി നല്ല രീതിയിൽ എന്തെങ്കിലും പ്രവർത്തികളോ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ടോ? പിന്നെ സ്കൂളില് പഠിപ്പിക്കാനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള എഡ്യൂക്കേഷണൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാറുണ്ടോ? പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളിൽ ഉണ്ടാവുമല്ലോ, ഡാൻസ്, മ്യൂസിക്, യോഗ, സ്കേറ്റിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. കുട്ടി ഏതിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആ സ്കൂള്, കുട്ടി പഠിക്കുന്ന സ്കൂള് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? അവർ അതിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ബഷീർ അനുസ്മരണ ദിനം, അതുപോലെ തന്നെ എൻവയോൺമെന്റ് ഡേ വന്നു, ഡോക്ടേഴ്സ് ഡേ വന്നു, അങ്ങനെ കുറെ ഇമ്പോർട്ടന്റ് ഡേയ്സ് വരും, വായനാ ദിനം വന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ സ്കൂളുകളിൽ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? പിന്നെ ഒരു ഡെയിലി ഒരു റൊട്ടീൻ ടൈം ടേബിൾ കുട്ടി ഫോളോ ചെയ്യുന്നുണ്ടോ? പിന്നെ കുട്ടിയുടെ കൂടെ ഇരുന്ന് ടെലിവിഷൻ കാണാറുണ്ടോ? വീട്ടില് ഒരു വടിയുണ്ടോ, ചൂരൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ സ്കൂളില് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ? സ്കൂളിൽ നിന്നും ഹോം അസൈൻമെന്റ്സ്, ഹോംവർക്ക് കൊടുക്കാറുണ്ടോ? ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? കുട്ടിയെ നമ്മൾ അടിക്കുകയോ ഫിസിക്കൽ പണിഷ്മെന്റ് കൊടുക്കുകയോ ചെയ്യാറുണ്ടോ? കുട്ടിയെ മറ്റു കുട്ടികൾ അല്ലെങ്കിൽ ആ കുട്ടിയുടെ തന്നെ ചേട്ടൻ, അനിയൻ, അങ്ങനെയൊക്കെ സിബ്ലിങ്സുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? ഈ കമ്പാരിസൺ കുട്ടിയുടെ മുന്നിൽ വെച്ച് ചെയ്യാറുണ്ടോ? പിന്നെ ടീച്ചറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്കൂളിലുള്ളവര് കുട്ടിയെ ഫിസിക്കലി മെന്റലി പണിഷ് ചെയ്യാറുണ്ടോ? ചില ടീച്ചേഴ്സ് ബെഞ്ചിന്റെ മുകളിൽ കയറ്റി നിർത്തുക, ക്ലാസ്സിന് പുറത്ത് നിർത്തുക, അങ്ങനെയൊക്കെ പരിപാടികൾ ചെയ്യാറില്ലേ? ചിലപ്പോ അടിക്കും, പിച്ചും, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്.
ടീച്ചറോട് അവന് നല്ല അടി കൊടുക്കണം, അല്ലെങ്കിൽ അവൾക്ക് നല്ല അടി കൊടുക്കണം, അല്ലെങ്കിൽ കുറെ ഇമ്പോസിഷൻ കൊടുക്കണം, അങ്ങനെ കുറെ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് ആസ് എ പാരന്റ്സ് പറയാറുണ്ടോ എന്നുള്ളത്. പിന്നെ മൊബൈല് സ്റ്റഡി പർപ്പസിനല്ലാതെ കുട്ടിക്ക് കൊടുക്കാറുണ്ടോ? കുട്ടിക്ക് സ്വന്തമായിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? മൊബൈൽ ആയാലും ടാബ്ലറ്റ് ആയാലും അങ്ങനെ എന്തെങ്കിലും. കുട്ടിയുടെ ഒപ്പീനിയൻ, ഇതിപ്പോ ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടില്ല, കുട്ടി വലുതാകുമ്പോൾ ഫ്യൂച്ചറിലെ ചില ഡിസിഷൻസ് എടുക്കുമല്ലോ, ഏത് കോഴ്സിൽ ചേരണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ കുട്ടിയുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ കുട്ടിയുടെ ടേസ്റ്റ്, ഇൻട്രസ്റ്റ് ഇതെല്ലാം കൺസിഡർ ചെയ്യുമോ? ഇങ്ങനെ ഒരു 35 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ 5 പാരന്റ്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ 5 കോപ്പി എടുക്കണം, എന്നിട്ട് അവർക്ക് കൊടുത്ത് ടിക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വായിച്ചു കൊടുത്തിട്ട് നമ്മൾ തന്നെ ടിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോ അവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെവലിലുള്ള ആളുകളെയാണ് നിങ്ങളത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാരന്റ്സ് ഉണ്ടാവും അന്നത്തെ ഇതിന് വേണ്ടിയിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലിക്ക് പോയവരുണ്ടാവും. അവരുടെ ഒരു ലൈഫ് സ്റ്റൈല് വേറെ ആയിരിക്കും. അങ്ങനെ എല്ലാ ഇടങ്ങളിൽ നിന്നും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളിത് എങ്ങനെയാ റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. നമുക്കൊരു സർവേയുടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മളിതൊരു മിനി റിസർച്ച് ആണ് ചെയ്യുന്നത്. നമുക്ക് സ്കൂളിലും വീട്ടിലുമുള്ള ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യുവാണ് നമ്മളുടെ ജോലി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് ന്യൂസ് പേപ്പറിലാട്ടോ എഴുതിയത്, ബുക്കിൽ എഴുതിയ പോരെ എന്നൊക്കെ ചെറിയ ചോദിച്ചു. ബുക്കിൽ മതി, ഈ ഷീറ്റ് മാത്രം. അപ്പം ഇടയ്ക്ക് ബുക്കാണെങ്കിൽ പിൻ ചെയ്ത് വെക്കണം. പിന്നെ ആ ബുക്ക് വേറെ പർപ്പസിനൊന്നും എടുക്കരുത്, ആ ഒരു സർവേക്ക് മാത്രമായിട്ട്. അപ്പൊ അതിനനുസരിച്ച് ചെറിയ ബുക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ മതി എന്ന് കരുതി നമ്മുടെ കൊച്ചു നോട്ട്ബുക്ക് വാങ്ങുന്നത് ഇത് നീളമുള്ളത് തന്നെ വാങ്ങണം കേട്ടോ. അത് ഈ ഒരു സൈസ് വന്ന ബുക്കാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പേപ്പറിൽ എഴുതിയിട്ട് ഫയൽ ചെയ്തേക്കാം, പക്ഷെ എന്റെ പേപ്പർ ഇങ്ങനെ ഫയൽ അത്ര നല്ല ഫയലൊന്നും അല്ല, ഇങ്ങനെ പേപ്പർ ലൂസായിട്ട് ബോർഡറൊക്കെ തെറ്റിയിരിക്കുകയാണ് എന്റെ റിപ്പോർട്ട്. അത്ര നന്നായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല തന്നെ, പക്ഷെ അനാലിസിസ് ഒക്കെ നന്നായി ചെയ്തു. അതിന്റെ റൈറ്റപ്പ് എന്റെ അത്ര നന്നായില്ല. ഞാൻ ഒരു ബുക്ക് കാണിച്ചു തരാം. ഇത് വേറൊരു അസൈൻമെന്റ് എഴുതിയ ബുക്കാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ വലിപ്പം ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വലിയ കോളേജ് നോട്ട്ബുക്കാ. ഇത് വേണ്ട, ഈ ഒരു രണ്ടും കൂടെ കണ്ടാൽ മനസ്സിലാവുമല്ലോ അതിന്റെ ഒരു ലെങ്ത്. സ്കെയിൽ വെച്ച് നോക്കണം, മനസ്സിലായില്ലേ? അതായത് ഇതിന്റെ ഒരു 1/3 കുറവാണ് ഈ ബുക്കിന്. ആ രീതിയിൽ അധികം പേജസ് വേണ്ട. ഒരു 80-100 പേജസിലൊക്കെ കിട്ടുവാണെങ്കിൽ അത് മതിയാകും. എന്നിട്ട് നമ്മൾ ആ ഷീറ്റ്സ് ഇടയ്ക്ക് വെച്ചാൽ മതി. ഈ എഴുതി വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ നോ പ്രോബ്ലം. അപ്പൊ ഈ ഷീറ്റ് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഡേറ്റ നമ്മൾ പിന്നീട് കളക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും ആ ബുക്കിൽ തന്നെ എഴുതി വെക്കാനുള്ള പേജുകൾക്ക് കിട്ടുമായിരിക്കും. അപ്പോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിതൊരു മിനി റിസർച്ച് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് പോലെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഫ്രണ്ട് ഷീറ്റ് വെക്കണം. നോട്ട്ബുക്ക് ആണെങ്കിൽ ഫ്രണ്ട് പേജ് ഒന്ന് ഡിസൈൻ ചെയ്ത് ഒന്ന് വെക്കുക. ഞാൻ കാര്യമായ വലിയ ഡിസൈൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ ടൈറ്റിൽ എഴുതി സർവേ ആൻഡ് പ്രോജക്ട് ബ്രാക്കറ്റിൽ മിനി റിസർച്ച് എന്ന് എഴുതിയിട്ട് റൈറ്റ് സൈഡ് ആ ഒരു ബിലോ ബോട്ടം കോർണറിലായിട്ട് സബ്മിറ്റഡ് ബൈ പേര് എഴുതിട്ടോ. നിങ്ങൾക്കും അങ്ങനെ എഴുതാം, ബാച്ച് ചെയ്താലും എഴുതാം. ജസ്റ്റ് ഫ്രണ്ട് ഷീറ്റ് അതാണ്. ഇനി നമ്മൾ എന്ത് കാര്യത്തിനും ഒരു പ്രിഫറൻസ് ഉണ്ടാവും അല്ലെ, ഒരു ആമുഖം. അതിപ്പോ ഒരു ബുക്കാണെങ്കിൽ ശരി, ആ ബുക്ക് എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പ്രിഫേസ് എഴുതുന്നത്. അപ്പൊ ഈ ഒരു മിനി റിസർച്ച്, ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ സർവേ ചെയ്യാനുണ്ടായ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം എന്താണ്, അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് പേജ്. അപ്പൊ ഫസ്റ്റ് പേജ് ഫ്രണ്ട് ഷീറ്റ് ഞങ്ങളുടെ എഴുതിയേക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. സെക്കൻഡ് പേജ് വന്നിട്ട് പ്രിഫൈസ്, ആമുഖം എന്ന് നമ്മൾ പറയില്ലേ, അതന്നെ. പേജൊക്കെ മുറികൾക്ക് ഓർഡർ ഒക്കെ മാറി. യെസ്, പ്രിഫൈസ്. പ്രിഫൈസിൽ ഞാൻ എഴുതിയത് വായിക്കാം. ചെറിയൊരു പാരഗ്രാഫ് ഞാൻ എഴുതിക്കുന്നത് ഏകദേശം ഇത്രയുള്ളൂ. എനിക്കിങ്ങനെ കാര്യമായി എഴുതാൻ, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ളതൊന്നും വന്നില്ല. ജസ്റ്റ് അങ്ങനെ എഴുതി. ആസ് ടൈം പാസസ് the method for adapting child care in home is different. In earlier days, the method was different compared to nowadays. It is different according to each person's also.
In this survey, different aspects and different views can be seen. Within certain limitations, the child could enjoy his or her freedom. എഴുതിയതങ്ങനെ കാലം കടന്നു പോകുന്തോറും നമ്മളുടെ ചൈൽഡ് കെയർ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പണ്ട് കാലത്തെ പോലെയല്ല ഇപ്പോഴുള്ളത്. പിന്നെ ഓരോ വ്യക്തികൾക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുന്നു. ചിലര് പഴയ കാലഘട്ടത്തെ പോലെ, ചിലര് കുറച്ചൊന്ന് മോഡേൺ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിച്ച് അവർ പോസിറ്റീവായിട്ടും കാണുന്നവരുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന പാരന്റ്സ് ഉണ്ട്. ഭയങ്കര റൂൾസ്, റെഗുലേഷൻ, ഡിസിപ്ലിൻ ഒക്കെ വെച്ചിട്ട് പോകുന്ന പാരന്റ്സ് ഉണ്ട്. അങ്ങനെ ഈ ഒരു സർവേയില് പല ആസ്പെക്ട്സും പല വ്യൂസും പല പല പാരന്റ്സിനെയല്ലേ കാണുന്നേ, പല ലെവൽസ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ കണ്ടു. പക്ഷെ ചുരുക്കി പറയുവാണെങ്കിൽ കുട്ടികൾ അവർക്ക് കിട്ടുന്ന ഫ്രീഡം അത് ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടുള്ളതാണെങ്കിലും അത് എൻജോയ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. അത്രയുമാണ് ഞാൻ പ്രിഫേഴ്സിൽ എഴുതിയത്. പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് കുട്ടികളെ നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മൂവി കണ്ടു. ആ മൂവിയിലെ ഒരു ചെറിയ ഭാഗം, പക്ഷെ അത് ആ ത്രൂ ഔട്ട് ദ സ്റ്റോറി ആ മൂവിയില് ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്ക് കാരണം അതാണെന്നുള്ള രീതിയിൽ തന്നെയാണ്. അച്ഛനും അമ്മയും ഡിവോഴ്സ് ആകുന്നു. കുട്ടി ഒരു ചെറിയ പ്രായമായപ്പോ തന്നെ, അത് കുട്ടി ജനിച്ചൊരു 10 വർഷം ആ ഒരു ഏജ് ആകുമ്പോഴേക്കും ഇവര് തമ്മില് ഡിവോഴ്സ് ആവുന്ന, അതിന് മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. ടോവിനോടെ ഒരു മൂവിയാണ് കണ്ടത്, ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് അച്ഛനൊരു ആർമിയിലുള്ള ഒരാളാണ്. അപ്പൊ ആർമിയിലുള്ള ആളുകളുടെ ഒരു റൊട്ടീൻ, അവരുടെ ഒരു ഡിസിപ്ലിൻ, അവരുടെ ഒരു ലൈഫ് സ്റ്റൈല് വേറെ ആയിരിക്കുമല്ലോ. പക്ഷെ കുട്ടിയുടെ കസ്റ്റഡി അമ്മയ്ക്ക് കിട്ടുന്നില്ല. അച്ഛന്റെ കൂടെയാണ് കുട്ടിയെ പറഞ്ഞു വിടുന്നത്. അച്ഛനാണല്ലോ വളർത്തുന്നത്. അപ്പൊ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടിയെ വളർത്തുവാണ്. അതായത് പെർഫെക്ഷൻ, അതാണ് അച്ഛൻ നോക്കുന്നത്. എല്ലാ കാര്യം ഭയങ്കര ഡിസിപ്ലിൻ, അതും വളരെ പണിഷ് ചെയ്തിട്ടൊക്കെയാണ് കുട്ടിയെ വളർത്തുന്നത്. ആ ഒരു സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പണിഷ് ചെയ്തിട്ട് ആ കുട്ടിക്ക് അങ്ങനെ ഉണ്ടാകുന്നതാണ് OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഈ ഇവന്റെ OCD എന്ന് പറഞ്ഞ പെർഫെക്ഷനലിസം ആണ്. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അധികം സംസാരമൊന്നുമില്ല. പുള്ളിക്ക് പെർഫെക്ഷനലിസം എന്നൊരു പ്രശ്നം. അതായത് ഇപ്പൊ നടന്നു പോകുന്ന വഴിയില് ടീപ്പോയില് ഒരു പത്രം ഇങ്ങനെ അലക്ഷ്യമായി ആരെങ്കിലും ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പേന ഇങ്ങനെ ചുമ്മാ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ടേ ആൾ അവിടുന്ന് പോവുള്ളൂ, എവിടെയാണെങ്കിലും. അങ്ങനത്തെ ഒരു OCD. അപ്പൊ ആ ഒരു കുട്ടിയുടെ ചെറുപ്പം, അവന്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് അവനിലുണ്ടായ ഒരു മാറ്റം, അവനിലുണ്ടായിരുന്ന ഒരു ഡിസോർഡർ എന്ന് പറയാം. ഓക്കെ. അപ്പൊ അതുപോലെ ഓരോ വ്യക്തികളും കുട്ടികളെ നോക്കുന്നത് ഓരോ രീതിയിലാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പ്രിഫേഴ്സ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇൻഡെക്സ് പേജ് അല്ലെങ്കിൽ കണ്ടന്റ്സ്. അതായത് അടുത്ത പേജുകളിൽ എന്താണ് വരുന്നത്. നമ്മള് ബുക്കുകളിൽ അങ്ങനെയല്ലേ, കുറെ കഥകൾ വരുന്ന ബുക്കാണെങ്കിൽ പ്രിഫേഴ്സ് കഴിയുമ്പോൾ, ആമുഖം കഴിയുമ്പോൾ അടുത്തത് 1, 2, 3 എന്നിട്ടിട്ട് ഓരോ സ്റ്റോറിയുടെ പേര്, ടൈറ്റിൽ അല്ലേ. അതുപോലെ തന്നെ ഇതിലും ഇൻഡെക്സ് അല്ലെങ്കിൽ കണ്ടന്റ്സ്, ആ പേജാണ് അടുത്തത് വെക്കേണ്ടത്. 3ാമത്തെ പേജ് അല്ലേ പറഞ്ഞത്. യെസ്. ഫസ്റ്റ് പേജ് ഫ്രണ്ട് ഷീറ്റ്, സെക്കൻഡ് പേജ് പ്രിഫേഴ്സ്, തേർഡ് പേജ് കണ്ടന്റ്സ്. ഇൻഡെക്സ് പേജ് പോലെ കണ്ടന്റ്സില് നമ്മൾ എന്തെല്ലാമാണ് നെക്സ്റ്റ് നമ്മൾ വെക്കാൻ പോകുന്നത് അതെല്ലാമാണ് കണ്ടന്റ്സിൽ വരുന്നത്. ഇങ്ങനെ ഞാൻ നമ്പർ ഇട്ടിട്ട് കണ്ടന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് ഫസ്റ്റ് ഫണ്ടാണ് എയിം ഓഫ് ദ പ്രോജക്ട്. എന്താണ് നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ എയിം? അതാണ് എയിം. എന്താണ് നമ്മൾ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്? വീട്ടിലും സ്കൂളിലും കുട്ടികളുടെ കെയർ, ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ? ഇതാണ് നമ്മുടെ എയിം ഓഫ് ദ പ്രോജക്ട്. ഞാൻ ഒറ്റ സെന്റൻസ് ചെയ്തിട്ടുള്ളൂ. ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ചൈൽഡ് കെയർ ഇൻ അവർ ഹോംസ് ഓർ സ്കൂൾ സയന്റിഫിക്. അതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പൊ ഈ പ്രോജക്റ്റിന്റെ എയിം നമ്മൾ എഴുതി. ഇനി മെത്തേഡ്, ഈ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് എന്ത് മെത്തേഡാണ് ഓപ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലര് നേരിട്ട് വീടുകളിൽ പോകും, ചിലര് ഫോണിലൂടെ ചോദിക്കും, ചിലര് വാട്സാപ്പിലൂടെ അത് അയച്ചു കൊടുക്കും. അതൊന്ന് ഫില്ല് ചെയ്തിട്ട് എനിക്കൊന്ന് തിരിച്ചു തരുമോ എന്ന് ചോദിച്ചോണ്ട് വാട്സാപ്പിലൂടെ അതിന്റെ ഒരു ഇമേജോ എന്തെങ്കിലും അയച്ചു കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ഫോം കൊടുത്തിട്ട് വരും, എന്നിട്ട് അയച്ചിട്ട് എനിക്കൊന്ന് വാട്സാപ്പിലൂടെ അയക്കും, എന്തെങ്കിലും എന്താണോ നിങ്ങൾ മെത്തേഡ് ഉപയോഗിക്കുന്നത് അതാണ്. ഞാൻ നേരിട്ട് വിസിറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ മെത്തേഡിന് നമുക്കത് എഴുതാം. എന്ത് മെത്തേഡാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത് ഫോർ ഡൂയിങ് ദിസ്. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 2 മെത്തേഡ്സ് ചിലപ്പോൾ
നമ്മൾ യൂസ് ചെയ്യേണ്ടി വരില്ല, ചിലപ്പോൾ നേരിട്ട് പോയി എടുക്കേണ്ടി വരും. ഇൻ കേസ് ഓഫ് ഫോൺ അങ്ങനെ ആകുമ്പോൾ 2 മെത്തേഡ്സ് നമുക്ക് നോട്ട് ചെയ്യാലോ. അതെ അതെ, രണ്ടും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ. ഫോർ ഡൂയിങ് ദ സർവേ ഐ ഹാഡ് വിസിറ്റഡ് 3 homes in my neighborhood. ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള 3 വീടുകളാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് ഐ വിസിറ്റഡ് 2 of my friends' houses also. പിന്നെ ഞാൻ ദൂരെ എന്റെ 2 ഫ്രണ്ട്സിന്റെ വീട്ടിലും പോയി. So that I could collect more data and information from there. This got a chance to study about the subject more deep. അതൊക്കെ എക്സ്ട്രാ എഴുതിയത, മെത്തേഡ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ മെത്തേഡ് കിട്ടി. അടുത്തത് എന്താ വേണ്ടേ? ഡേറ്റ കളക്ഷൻ. നമ്മൾ കളക്ട് ചെയ്ത ആ പേപ്പറിൽ നമ്മുടെ ക്വസ്റ്റിനെയറില്ലേ, അതിൽ മാർക്ക് ചെയ്ത് കിട്ടിയില്ലേ, അത് വെക്കുക. ഈ പാരന്റ്സിന് പേരെഴുതാൻ ബുദ്ധിമുട്ടാണ്, ഒട്ടും കമ്പൽ ചെയ്യണ്ട പേരെഴുതാൻ. XYന്നോ ABCDന്നോ എന്തെങ്കിലും കൊടുത്താൽ മതി. നമുക്ക് പേര് ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മുടെ ഡേറ്റയാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഫസ്റ്റ് വൺ ഫ്രണ്ട് ഷീറ്റ്, പ്രിഫറൻസ്, കണ്ടന്റ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് പേജ്, പിന്നെ എയിം ഓഫ് ദ പ്രോജക്ട്, ദെൻ മെത്തേഡ് കഴിഞ്ഞിട്ട് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ആ ഡേറ്റാസിന്റെ പേപ്പർ പിന്നെ വെക്കുക. ഇനി ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? നമ്മളത് അനലൈസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് എഴുതും അല്ലേ? കിട്ടിയ ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് എഴുതും. അപ്പൊ നെക്സ്റ്റ് ഡേറ്റ കളക്ഷൻ ആ ഷീറ്റ് വെച്ചതിന് ശേഷം അനാലിസിസ്. ഞാൻ അതൊരു പെർസെന്റേജ്, 5 പേരെ ഞാൻ കണ്ടുള്ളൂ, പക്ഷെ പെർസെന്റേജ് റേറ്റിൽ എഴുതി. കാരണം 5 പേരെ കണ്ടതില് ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഭയങ്കര മോഡേൺ ആയിട്ട്, ലൈക്ക് കുട്ടികളുടെ ഇൻട്രസ്റ്റിന് ഒരു വാല്യൂ കൊടുക്കും. അങ്ങനെ ഒരാള് മാത്രം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളെ അടിച്ച് അങ്ങനെ വളർത്തുന്ന രീതിയിൽ എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ ഞാനത് പെർസെന്റേജ് വൈസ് എഴുതി. 90% ഓഫ് ദ പാരന്റ്സ് ആർ വില്ലിംഗ് ടു സപ്പോർട്ട് ചൈൽഡ്സ് നീഡ്സ് ആൻഡ് ഡിസൈർ, ബട്ട് 10% ഓഫ് പാരന്റ്സ് ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ്. They are telling like if it is given to child's like and wish, and if we give them that freedom, then their future may be spoiled. അങ്ങനെ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ സ്പോയിൽ ആവുന്നതാണ് പറയുന്നത്. ഞങ്ങൾ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അത് തന്നെ അവൻ പഠിക്കണം, അതിൽ തന്നെ ജോലി, ആ ഒരു രീതിയിൽ പറഞ്ഞ ഒരു പാരന്റ് ആയിരുന്നു. പിന്നെ ചിലര് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് എന്താന്ന് വെച്ചാല് ചൈൽഡ്ഹുഡിൽ അവർക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് വന്നത്. അതായത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പണിഷ് ചെയ്ത് അങ്ങനെയൊക്കെ വളർത്തിയതായിരുന്നു. അപ്പൊ എന്റെ കുട്ടികളെ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ പാരന്റ്സും ഉണ്ട്, ചെയ്യുന്നു പറഞ്ഞ പാരന്റ്സും ഉണ്ട്. ഞാനും അതുപോലെ തന്നെ വളർത്തുന്നു. ഞാൻ 3rd ബാച്ചിലെ അതാണ് എനിക്ക് എന്റെ ഓർമ്മ. അവരുടെ വൈവയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു കുട്ടി, ഒരു ട്രെയിനി വന്നു. ഞാൻ ഈ സർവേയെ കുറിച്ച് ചോദിക്കുവാണേ, എന്താണ് അനലൈസ് ചെയ്തതെന്ന് ചോദിച്ചത്. എന്നോട് പറഞ്ഞ വാക്കാണ്, മിസ് എന്ത് പറഞ്ഞാലും ശരി ഞാൻ അടിച്ചേ കുട്ടികളെ വളർത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ എന്റെ പാരന്റ്സ് അടിച്ച് ആണ് വളർത്തിയത്. അങ്ങനെ അതായത് ഞാൻ വളരെ അടക്കവും ഒതുക്കവും ഉള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടികളെയും ഞാൻ അടിച്ച് വളർത്തും. ഞാനപ്പോ ചിരിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വൈവയ്ക്ക് വന്ന സമയത്ത്. നമുക്ക് എല്ലാവർക്കും പല അഭിപ്രായം ഉണ്ടാവും. പിന്നെ ചിലര് ഒരു ആളായിട്ട് അവരവർ തന്നെ ആ ചെറിയ കുട്ടികളുള്ളവര്, അമ്മമാര് അല്ലെങ്കിൽ പാരന്റ്സ് ഉള്ളവര് സ്വന്തം തന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞു, ഒരാള് ഞാനാണ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പൊ അത് അനാലിസിസ് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ കിട്ടിയ ഡേറ്റ വെച്ചിട്ടാണല്ലേ അനലൈസ് ചെയ്തത്. ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമുക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവില്ലേ? സോ ഒപ്പീനിയൻ അതാണ് അടുത്തത്. ഞാൻ എഴുതിയത് ഫ്രീഡം ഈസ് ദ ബർത്ത് റേറ്റ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്. സോ ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഷുഡ് ഗീവ് ദ ഫ്രീഡം, ബട്ട് വിത്തിൻ സം ലിമിറ്റേഷൻസ്. Parents should be there always for supporting, encouraging and guiding them, so that the environment should be comfortable for the kids. ഇത്രയും ഞാൻ എഴുതിയുള്ളൂ എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഉള്ള അടുത്തെന്ന് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. എന്തെങ്കിലും പ്രോഗ്രസീവ് വർക്ക്സ് ചെയ്യേണ്ടതുണ്ടോ? അതായത് ഇപ്പൊ നമ്മൾ 5 പാരന്റ്സിന്റെ ഡേറ്റ കളക്ട് ചെയ്തു, അല്ലെങ്കിൽ 10 പേരുടെ ഡേറ്റ കളക്ട് ചെയ്തു. ഇങ്ങനെ ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ ചില പാരന്റ്സ് നമ്മളോട് പറയും, കുട്ടിയുടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കുറിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് പറയാം, നമുക്ക് അവിടെ അതാണ് നമ്മൾ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. Some parents are thinking in very practical way. They are providing good support and guidance. Some of them are moving in a systematic theoretical way. They are leading the kids without seeking their interest.
സോ സം അവയർനെസ് മേക്കിംഗ് ആൻഡ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. അപ്പൊ എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് കുട്ടികളെ ഇങ്ങനെ പണിഷ് ചെയ്യുന്ന കാര്യത്തിലും അവരുടെ താല്പര്യം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റി. അതുകൊണ്ട് അതാണ് ഞാൻ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡണിൽ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. Proper support and proper care should be given to the child for their physical and mental development. So each parent should take care of these things. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ട് ചില കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ ഷീറ്റ്സ് ഏതൊക്കെയാന്ന് പറയാം. ഫസ്റ്റ് വൺ ഫ്രണ്ട് ഷീറ്റ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട് ഷീറ്റ് ടൈറ്റിൽ എഴുതുക, താഴെ സബ്മിറ്റ് ചെയ്ത നമ്മുടെ ഫുൾ നെയിം ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് എഴുതുക, ഏത് ബാച്ച് ആണെന്ന് എഴുതാം. പിന്നെ നെക്സ്റ്റ് എന്താ പറയാ, പ്രിഫൈസ് അല്ലെ, പ്രിഫൈസ് എഴുതാം. പ്രിഫൈസ് കഴിഞ്ഞിട്ട് ഇൻഡെക്സ് പേജ് എഴുതാം. അടുത്ത പേജുകളിൽ വരുന്ന എന്താന്നുള്ളത് 1, 2, 3 എന്ന് പേരിട്ടിട്ട് എഴുതാം. പേജ് നമ്പർ വേണമെങ്കിൽ കൊടുക്കും, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എയിം ഓഫ് ദ പ്രോജക്ട്. എയിം ഓഫ് ദ പ്രോജക്ട് കഴിഞ്ഞിട്ട് മെത്തേഡ്, എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തത്. നെക്സ്റ്റ് ഡേറ്റ കളക്ഷൻ, ആ ഷീറ്റ്സ് പിൻ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡേറ്റ കളക്ഷൻ കഴിഞ്ഞിട്ട് അനാലിസിസ്, കിട്ടിയ ഡേറ്റയിൽ നമ്മൾ അനലൈസ് ചെയ്ത് ഒരു റിപ്പോർട്ട് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ, എന്തെങ്കിലും ഇന്റർവെൻഷൻ നമ്മൾ നടത്തേണ്ടതുണ്ടോ, അതാണ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡണ്ണിൽ എഴുതേണ്ടത്. പിന്നെ വരുന്നത് ലാസ്റ്റ് വരുന്നത് കൺക്ലൂഷൻ. കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് റെഫറൻസ് അല്ലെങ്കിൽ അനെക്സ് ആ ഒരു രീതിയിൽ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ബുക്ക് നമ്മൾ ഇതിനു വേണ്ടി റെഫർ ചെയ്തോ, ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ബുക്ക് റെഫർ ചെയ്തോ, അല്ലെങ്കിൽ ഗൂഗിൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കൺക്ലൂഷൻ കഴിഞ്ഞ് അനെക്സ് എന്ന് പറഞ്ഞിട്ട് റെഫറൻസോ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കാം. ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് സർവേക്ക് വേണ്ടത്. എല്ലാ കാലത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ഒരു ട്രെയിനി ഇതുപോലെ സർവേക്ക് പോയി ഒരു വീട്ടിൽ ചെന്നപ്പോൾ അടുത്ത സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. വേറൊന്നുമല്ല, ഇത് പോയ അടുത്ത ഒരു പെൺകുട്ടിയുണ്ട്, 13 വയസ്സെത്തും, അഡോളസൻസ് ആ ഒരു ഇതിലേക്ക് ആയ ഒരു പെൺകുട്ടി. അപ്പോ എന്താ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വലിയൊരു വീടാണ്. ആ വീട്ടിലെ ഏതോ ഒരു മെമ്പർ കുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. ആ വിവരം അമ്മയ്ക്കറിയാം, പക്ഷെ അമ്മയ്ക്ക് ആ വ്യക്തിയെ പേടി. അത് കാരണം അമ്മയ്ക്ക് ആരോടും പറയാനുള്ള ധൈര്യം ഇല്ലാണ്ട് അമ്മ ഇരിക്കും. പ്രശ്നം അത് മാത്രല്ല, അങ്ങനെ ഒരു കാര്യം ആ വളരെ നിഷ്കളങ്കമായ ഒരു കുട്ടി, ആ കുട്ടിക്ക് സംഭവിച്ചപ്പോ അവരുടെ ചില ഫീലിങ്സ് ട്രിഗറായി കഴിഞ്ഞപ്പോ ഈ ബോയ്സുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. നമ്മൾ വേണം, നമ്മുടെ കൂടെ പഠിക്കുന്നവരൊക്കെ ആയിട്ട് കുട്ടികൾ അതൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഉള്ള അവയർനെസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബോയ്സ് ഇവളുടെ ഈ രീതിയെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അവര് ആവശ്യമില്ലാത്ത ബുക്കുകൾ, വീഡിയോസ്, അങ്ങനെ മോശമായതെല്ലാം ഇവൾക്ക് ഷെയർ ചെയ്ത് തുടങ്ങി, ഇവളെ കൂടുതൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇത് മനസ്സിലാക്കിയ അമ്മ ഇവളെ അടിക്കും, നല്ല പോലെ പണിഷ്മെന്റ് കൊടുക്കും, നല്ല പോലെ അടി കൊടുക്കും. പക്ഷെ കുട്ടിക്ക് യാതൊരു കൊടുക്കില്ല. കുട്ടിക്ക് ആ ട്രിഗർ വന്നു, അവൾ ഇങ്ങനെ തന്നെ ഈ ഒരു വഴിയെ പോവാണ്, പഠിത്തത്തിലൊന്നും ശ്രദ്ധയില്ലാതെ. അപ്പൊ എന്താ ചെയ്യുന്ന വിഷമിച്ച അമ്മ ഇരിക്കുന്ന സമയത്താണ് ഈ സർവേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിനി അവിടെ ചെല്ലും. ഈ വിവരം ആരോടും പറയാൻ പറ്റാതെ അവരിങ്ങനെ വീർപ്പുമുട്ടിയിരിക്കുകയായിരുന്നു തോന്നുന്നു. ഇവരത് പറഞ്ഞു വെന്റിലേറ്റ് ചെയ്തു. നമ്മുടെ ട്രെയിനി അടുത്ത സ്റ്റെപ്പ് എടുത്തെന്താന്ന് വെച്ചാല്, അവർക്ക് പേഴ്സണലി നല്ലതുപോലെ അറിയാവുന്ന ഒരു കൗൺസിലറുമായിട്ട് ഇവരെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ അമ്മ ആ കുട്ടിയെ അവിടെ കൊണ്ടുപോയി. വളരെ എന്താ പറയാ, റിസൾട്ടാണ് അതിനുണ്ടായത്. ആ കുഞ്ഞിന് നല്ല മാറ്റം വന്നു. അവള് ബാക്ക് ടു നോർമലായി. അവളുടെ ആ ലൈഫില് അമ്മയും മോളും കൂടെ ഇവിടെ ഉപദ്രവിച്ച ആ വ്യക്തിയെ ചെറുത്ത് നിന്നു. പിന്നെ ആ മോള് നല്ല രീതിയിൽ തന്നെ സ്കൂളിലെ അക്കാദമിക്സിൽ, അത് ഒരു സെഷനൊന്നും അല്ല, 3-4 സിറ്റിങ്സ്, ശരിക്കും 7-8 സിറ്റിംഗ് എങ്കിലും കഴിഞ്ഞപ്പോ കുട്ടി നല്ല പോലെ മാറ്റം വന്നു. അമ്മയ്ക്കും കൊടുത്തു. കാരണം അമ്മ മകളെ സപ്പോർട്ട് ചെയ്യേണ്ട ചില സമയങ്ങളുണ്ടായിരുന്നല്ലോ. ആ ഒരു സപ്പോർട്ട് അത് അമ്മയുടെ ഭാഗത്തുനിന്ന് ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സംഭവിക്കില്ലായിരുന്നു. അമ്മയ്ക്ക് ചില പേടികൾ മൂലമാണ് അത് പറ്റാതിരുന്നത്. അങ്ങനെ അമ്മയ്ക്കും സെഷൻ ഉണ്ടായിരുന്നു, മോൾക്കും സെഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അത് മുടങ്ങാതെ നല്ല രീതിയിൽ ചെയ്തു. കുട്ടിയും അമ്മയും ഇപ്പൊ വളരെ സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടി അവരിക്കും. അപ്പൊ ഈ ഒരു സർവേയുടെ ഒരു നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അത്.
ഏത് കാലത്തും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു ടോപ്പിക് അല്ലേ കുട്ടികളെ നമ്മൾ കെയർ ചെയ്യുന്നത്. കാരണം കുട്ടികൾ ഇങ്ങനെ ഡിജിറ്റൽ വേൾഡിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ ഇങ്ങനെ പോവാണ്. കഴിഞ്ഞ ദിവസം 1 വയസ്സായ ഒരു മോള്, എന്റെ നൈബർ മീൻസ് ഞാൻ പണ്ട് താമസിച്ചിരുന്നതിനടുത്തെ, അപ്പൊ അവരുടെ സ്റ്റാറ്റസ് ഞാൻ കാണുവാണ്. 1 വയസ്സുള്ള മോള് കയ്യിലൊരു സ്മാർട്ട് ഫോൺ. അപ്പൊ അച്ഛൻ എങ്ങാണ്ട് ഈ മോളുടെ അച്ഛൻ ഗൾഫില. അപ്പൊ ഫോണിൽ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ എന്തോ കളിക്കണു. ആരുടെയും കോളൊന്നും വന്നിട്ടില്ല. അപ്പൊ അമ്മ ഭയങ്കര അഭിമാനത്തോടു കൂടി സ്റ്റാറ്റസിന് ക്യാപ്ഷൻ ഇട്ടേക്കുക, അച്ഛനുമായിട്ട് മോള് സംസാരിക്കാൻ. അപ്പൊ നമ്മളാണ് ശരിക്കും കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് ഇത് വെച്ചു കൊടുത്തത്. പോട്ടെ, ആ കൊറോണ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ ഓൺലൈൻ ശരിയാണ്, അപ്പൊ ഒന്നും വേറെ മാർഗമില്ല. പക്ഷെ ഇപ്പൊ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ കയ്യില് അവര് ഡിജിറ്റൽ വേൾഡിലേക്ക് പോകണമെങ്കിൽ കുറെയൊക്കെ നമ്മളുടെ പ്രശ്നം തന്നെയാണ്. നമ്മളാണ് അവരുടെ കയ്യിലേക്ക് അത് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ സ്റ്റാറ്റസ് കണ്ടു. ഞാൻ ആ കുട്ടിയെ വിളിച്ച് പറയുകയും ചെയ്തു, കുട്ടിക്ക് ഇങ്ങനെ മൊബൈൽ കൊടുക്കരുത്. അത് പറഞ്ഞു. ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. അതാണ് സർവേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ഒരു സർവേ നമുക്ക് വേണ്ടതാണോ? ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ യു ക്യാൻ ഇംപ്രൊവൈസ്. നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം, കുറെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം, കുറെ ക്വസ്റ്റ്യൻസ് കളയണമെങ്കിൽ കളയാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ ആദ്യം യെസ് ഓർ നോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ബാച്ചിലെ ഒരു കുട്ടിയാണ് പറഞ്ഞത്, മാം എല്ലാം ചിലപ്പോ യെസ്സും എല്ലാം ചിലപ്പോ നോ ആക്കാൻ പറ്റില്ല, ചിലപ്പോ ഇങ്ങനെ ഡൗട്ട്സ് ഒക്കെ ശരിയായിരുന്നു. അങ്ങനെ പിന്നെ ഇത് 2 കോളം കൂടി എക്സ്ട്രാ വന്നു. ഓക്കെ, ക്ലിയർ ആയോ? സർവേയുടെ ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ആയോ? ഇനി ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതില് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ പ്രസന്റേഷൻ. കുറെ സൈക്കോ അനാലിസ്റ്റുകളുണ്ട്. ഈ സൈക്കോ അനാലിസ്റ്റുകള് കുട്ടികളുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസിനെയും ഓരോ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അതൊന്നും അറിയാൻ മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൈക്കോ അനാലിസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ചൈൽഡ് ഡെവലപ്മെന്റിനെ റിസർച്ച് ചെയ്യുന്നവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെല്ലാം അവരുടെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ചൈൽഡ്ഹുഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവരങ്ങനെ പറയുന്നത് എന്ന് ഒരു അങ്ങനെ പറയുന്നവരുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇവരുടെ എല്ലാവരുടെയും ഒബ്സർവേഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കുട്ടികളെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ചില സൈക്കോ അനാലിസ്റ്റുകളുടെ, അപ്പൊ ഇത് ഞാൻ നോട്ടോ അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല, ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ നല്ല ഇൻഫർമേഷൻസ് വരുന്ന ലിങ്ക് കിട്ടി. ഈ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങളത് ഓപ്പൺ ചെയ്യും. ചില ലിങ്കിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറെ കഴിയുമ്പോൾ ഇത് എക്സ്പയർ ആകും, ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് മാത്രം ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ബി.എഡ് കഴിഞ്ഞവർക്ക് അവരുടെ തിയറി പേപ്പറിൽ അത് ഡീറ്റെയിൽ ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളും അത് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ കൊച്ചുകുട്ടികളെയല്ലേ നോക്കാൻ പോകുന്നേ, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ജോലി കിട്ടിയാൽ മാത്രം അതുകൊണ്ട് യൂസ് എന്നല്ല. നമ്മുടെ വീട്ടിലുണ്ട് കുഞ്ഞുങ്ങള്, നമ്മുടെ ചുറ്റുപാടും ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനുണ്ടായിരിക്കും, നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിലുണ്ടായിരിക്കും, നമ്മുടെ റിലേറ്റീവ്സിലുണ്ടാവും. അപ്പൊ നമുക്ക് എത്താൻ പറ്റുന്ന ഏരിയയിലുള്ള കുട്ടികളെ എല്ലാം നമുക്ക് ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അവരെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പൊ ശ്രീലക്ഷ്മി ആ കുട്ടിയുടെ കാര്യം മനസ്സിലായി, അതിനൊരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ കുട്ടിയുടെ ടീച്ചറുമായിട്ട് സംസാരിച്ചു, നല്ലൊരു കാര്യങ്ങളെല്ലാം ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്തു. ശ്രീലക്ഷ്മി പറഞ്ഞാൽ പാരന്റ്സ് കേൾക്കും എന്നുള്ളത് കൊണ്ട് ടീച്ചർ പറഞ്ഞിട്ട് കേട്ടില്ല. ആ ഒരു അടുപ്പം അല്ലെങ്കിൽ ആ ഒരു ഇടപെടാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ പറഞ്ഞപ്പോഴേക്കും അവർ ആ കുട്ടിയുടെ കാര്യത്തിൽ നല്ലൊരു വൈസ് ഡിസിഷൻ തന്നെ എടുത്തു. അപ്പൊ അതാണ് നമ്മളുടെ ഇടപെടലുകൾ പലപ്പോഴും നല്ല ഒരു മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വരുത്താൻ പറ്റിയാൽ ഈ ഒരു പ്രൊഫഷൻ കൊണ്ട് വേറെന്താ നമുക്ക് നേട്ടം അല്ലെ? നിങ്ങൾക്ക് പല രീതിയിൽ ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജസ് നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ? ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ലാംഗ്വേജ്, സോഷ്യൽ, ഇമോഷണൽ, അങ്ങനെ പല ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ കടന്നു. നമുക്ക് പല സൈക്കോ അനാലിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അതിലൊരാളാണ് ജീൻ പിയാഗറ്റ്. കേട്ടിട്ടുണ്ടോ? പറഞ്ഞോ ടീച്ചർ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ വിഗ്ഡോസ്കി, എറിക് എറിക്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, ഇവരൊക്കെ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് അവരുടേതായ രീതിയിൽ പല കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്, അവരുടെ ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന് ഒരു മകളുണ്ട്, ആൻ ഫ്രോയിഡ്. അവരും ഈ ഒരു കാര്യത്തില്
നല്ല പോലെ കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങളൊരു ചാപ്റ്ററിൽ ഡിഫൻസ് മെക്കാനിസം പഠിക്കാൻ പോകുന്നുണ്ട്. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഇറ്റ് ഈസ് വെരി ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് സൈക്കോളജി. സിഗ്മണ്ട് ഫ്രോയിഡും ആൻ ഫ്രോയിഡും ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഒബ്സർവേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ ചാപ്റ്റർ ഒക്കെ വരുമ്പോഴേക്കും അത് മനസ്സിലാകും. ഇത് ഞാൻ ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. കാരണം അത്രയും ഉണ്ട്. അങ്ങനെ നമ്മുടെ എൻ്റെ ഒരു രീതി വെച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്കത് ഒരു ഡോക്യുമെന്ററി പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റപ്സ് പോലെ എഴുതി വെക്കാറുണ്ട്. പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. വൺ തിങ് ഐ ക്യാൻ ഡു, ഐ വിൽ ഷെയർ ദി ലിങ്ക് ടു യു. ഫസ്റ്റ് ആരെ പറ്റിയാ പറയണ്ടേന്ന് പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ആ ലിങ്ക് ഞാനൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് പറയാം. ഫസ്റ്റ് ജീൻ പിയാഗെറ്റിന്റെ തിയറിയാണ്. അതിനൊന്ന് ഞാനൊരു സോറി പറയുന്നു. കാരണം വെച്ചാൽ എനിക്ക് ആളുകളുടെ പേര് പ്രൊനൗൺസ് ചെയ്യണത് കറക്റ്റ് ആണെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഫോറിൻ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ പേര് ചിലപ്പോൾ ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കും കേട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം തിയറി പറഞ്ഞിട്ടുള്ളത്. കുറെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാൻ അതൊന്ന് ബ്രീഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിയാഗെറ്റ് 4 മേജർ സ്റ്റേജസ് ആണ് പ്രൊപ്പോസ് ചെയ്തത് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട്. ആ 4 സ്റ്റേജസിനെ, അതായത് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റേജസ് ആയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തിരുന്നു. അതിലെ ഫസ്റ്റ് വൺ ആണ് സെൻസറി മോട്ടർ ഇന്റലിജൻസ്. അതായത് സെൻസ് പ്ലസ് മോട്ടർ, അതായത് സെൻസ് പ്ലസ് മൂവ്മെന്റ്. അതായിരുന്നു അദ്ദേഹം ഡിവൈഡ് ചെയ്ത ഫസ്റ്റ് സ്റ്റേജ്. ഓരോ ഏജിനനുസരിച്ചാണ് അദ്ദേഹം ഈ സ്റ്റേജസിനെ ഡിവൈഡ് ചെയ്തത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ആയ സെൻസറി മോട്ടർ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച അന്ന് തുടങ്ങി 2 വയസ്സാകുന്നവരെ, ബർത്ത് ടു ഏജ് 2, ആ സമയത്തെ സ്റ്റേജിനെയാണ് അദ്ദേഹം സെൻസറി മോട്ടർ സ്റ്റേജ് എന്ന് പറയുന്നത്. അദ്ദേഹം, അതായത് കുട്ടികള് ജനിച്ച ഉടനെ, ഇവിടെ നല്ല അമ്മയുടെ വോക്കിലുള്ളപ്പോ തന്നെ ഇവര് പല കാര്യങ്ങളും സെൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പലതും കേൾക്കുന്നുണ്ട് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇച്ചിരി എരിവും പുളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രായമായൊരു വീട്ടിൽ പറയില്ലേ കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടാവുന്ന അല്ലെ. അവരെല്ലാം സെൻസ് ചെയ്യുന്നുണ്ട്. വളരെ സെൻസിറ്റീവ് പീരീഡ് ആണ് ആ ഒരു ടൈമില്. പിന്നെ മൂവ്മെന്റ്സ് 2 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ അവരുടെ ലാർജ് മസിൽസ് ആണ് ആദ്യം അതിന്റെ ഡെവലപ്മെന്റ് തുടങ്ങുന്നത്. കമിഴ്ന്ന് വീഴുന്നു അല്ലെ, എഴയുന്നു, ഭയങ്കര സ്പീഡിലല്ലേ എല്ലാം ചെയ്യുന്നത്. ലാർജ് മസിൽസ് ആണ് ആദ്യം ഡെവലപ്പ് ആകുന്നത്. ആദ്യം തല ഉറയ്ക്കും. ഇൻഡിപെൻഡന്റ് അല്ല, ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. കുറെ കാലം എല്ലാ കാര്യത്തിനും ആള് വേണം. ഈവൻ ഈ തലയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ തന്നെ ഒരാളുടെ ഇത് വേണം. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ലാർജ് മസിൽസിന്റെ മൂവ്മെന്റ് ആണ് ആദ്യം നടക്കുന്നത്. അപ്പൊ സെൻസും മോട്ടോറും, അതാണ് സെൻസ്, അവരുടെ എല്ലാ സെൻസസും മൂവ്മെന്റും, അതാണ് ഈ ഒരു ഏജിൽ കണക്ട് ചെയ്തിട്ട് ജീൻ പിയാഗെറ്റ് പറയുന്നത്. പിന്നെ കുട്ടിക്ക് ആ ഒരു സമയത്ത് ഒരു ടോയ് കൊടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ എലിഫന്റിന്റെ ഒരു ടോയ്. അപ്പൊ ആ ഒരു ടൈമില് കുട്ടിയുടെ ധാരണ മുന്നിൽ കാണുന്നതെല്ലാം ജീവനുള്ളതാണെന്നാണ് അല്ലെ. അതതിനോട് സംസാരിക്കും, അതിനെ കുളിപ്പിക്കും, അതിന് ഭക്ഷണം കൊടുക്കും. ഒരു പാവയാണെങ്കിൽ കുളിപ്പിക്കും, ഭക്ഷണം കൊടുക്കും, അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. കുഞ്ഞിന് അമ്മ എന്താണ് ചെയ്തു കൊടുക്കണേ ഇതെല്ലാം ഇത് അതിന്റെ ടോയിനെ ചെയ്യിക്കും അല്ലെ. അപ്പൊ അതിനറിയില്ല ജീവനില്ലാത്തതാണ്, അതൊരു ടോയ് ആണെന്നുള്ളത് അറിയില്ല. ആ ഒരു ഇതാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ആ ഒരു ഏജില് ഒരു കുഞ്ഞിന് വരുന്നത്. ഇൻഫാൻസി സ്റ്റേജ് അല്ലെ, ആ ഒരു ശൈശവ കാലഘട്ടം. അവർക്ക് അധികം സംസാരിക്കാനൊന്നും, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ, അവരുടേതായ ഒരു ബാബ്ലിംഗ് സൗണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാനേ അറിയുള്ളൂ. പിന്നെ പതുക്കെ 1 വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഇവരുടെ സംസാരം അത് അങ്ങനെ വരുന്നു. ചിലപ്പോ കെയർ ഗീവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലാതെ ഒരാൾക്ക് എന്താ പറഞ്ഞൊരു സംശയം തോന്നും. ഇതാണ് ആ ഒരു ടൈമില്. ലാക്ക് ഓഫ് ലാംഗ്വേജ് ഉണ്ട്. പിന്നെ കാണുന്നതെല്ലാം അവരത് വിശ്വസിക്കുന്ന ഒരു പ്രായം അല്ലെ. അവർക്ക് ഒന്നും അറിയില്ല. അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് വിശ്വസിക്കും. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് വായിച്ച കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വായിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ബർത്ത് തുടങ്ങിയിട്ട് 2 വയസ്സ് വരെയുള്ള കാര്യമാണ്.
നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് 2 വയസ്സ് തുടങ്ങിയിട്ട് 7 വയസ്സ് വരെയുള്ളതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ സമയമൊക്കെ ആവുമ്പോഴേക്കും അവർക്ക് എന്താ പറയാ, ജീവനുള്ളതാണോ, മൂവ് ചെയ്യുന്നതൊക്കെയാണ് ജീവനുള്ളത്, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അമ്പിളിമാമനെ ഒന്നും അങ്ങനെ പിടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലാകും. പ്രീ സ്കൂളിലേക്ക് പോകുന്ന ഏജും ആയല്ലോ, 7 വയസ്സൊക്കെ ആവുന്നതിന് പ്രീ സ്കൂള്, കിൻഡർ ഗാർഡൻ, 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മൾ അംഗൻവാടികളോ പ്രീ സ്കൂളോ പ്ലേ ക്ലാസ്സിലോ എവിടെയെങ്കിലും കുട്ടികളെ ചേർക്കും. പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ എത്തുന്ന ഒരു പ്രായമാണ് ഒരു 7, ചിലപ്പോൾ 3rd ആയിരിക്കാം, ആ ഒരു രീതിയിൽ വരും. പിന്നെ ഡ്രമാറ്റിക് പ്ലേ ഒക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. ചിലപ്പോ ടീച്ചറും കുട്ടിയും കളിക്കുക, അങ്ങനത്തെ കളികളൊക്കെ കളിക്കുമല്ലോ, ഡോക്ടറും പേഷ്യന്റും കളിക്കുക, അങ്ങനെയുള്ള കളികളൊക്കെ അവർ ചെയ്യും ആ ഒരു സമയത്ത്. ചിലപ്പോൾ അതിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഈ ക്ലാസ്സിൽ അങ്ങനെയുള്ള കളികളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഡോക്ടർ, പേഷ്യന്റ്, അങ്ങനെയൊക്കെ ടീച്ചർ ഒരു ഡ്രമാറ്റിക് പ്ലേ ഒക്കെ കാണിച്ചു ഇവര് ചുറ്റുപാടും കാണുന്നതാണല്ലോ. ഒരു ഫ്രൂട്ട് സെല്ലറും കസ്റ്റമറും പച്ചക്കറി വാങ്ങാൻ പോകുന്ന അങ്ങനെയൊക്കെയുള്ള ഡ്രമാറ്റിക് പ്ലേ ഒക്കെ പഠിക്കുമ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവരെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുമ്പോൾ എന്താ, അവർ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് അവര് ആക്ഷൻസ് കാണിക്കുമായിരിക്കും. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏജ് 7 തുടങ്ങി 11 ഇയേഴ്സ്, അതാണ് 3ാമത്തെ സ്റ്റേജ് വരുന്നത്. ഇവര് ആ സമയത്ത് എലിമെന്ററി സ്കൂളിലൊക്കെ ആയിരിക്കും അല്ലെ, 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ്, ആ ഒരു ഏജിലേക്ക് 5th സ്റ്റാൻഡേർഡിലേക്കൊക്കെ പോകും. അവർക്ക് ഐഡിയാസ് ഒക്കെ ആയി, കുറെ കൂടെ നല്ല രീതിയിൽ ലോജിക്കൽ റീസണിങ് ഒക്കെ ആയി തുടങ്ങും, ഐഡിയാസ് ഒക്കെ വരും. അപ്പൊ ഓരോ സ്റ്റേജിലും ഇവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സ്കില്ല് നമ്മൾക്ക് അക്കാദമിക്കിലേക്കോ ക്രിയേറ്റീവായിട്ടോ നമുക്ക് തിരിച്ചുവിടാവുന്നതാണ്. പിന്നെ അവരുടെ തിങ്കിങ്, തോട്ട് പ്രോസസ്. അപ്പൊ അതിനു മുമ്പ് ചെറിയ പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞാലൊന്നും അവർക്ക് അറിയില്ലല്ലോ. അതായത് ഇപ്പൊ നമ്മൾ മാത്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കയ്യില് 10 ഫ്ലവേഴ്സ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് ചെറിയ ഏജിൽ കിട്ടില്ല. പക്ഷെ ഈ ഒരു ഏജ് ആകുമ്പോൾ ഏജ് 7 to 11 ഒക്കെ ആകുമ്പോഴേക്കും അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് ആ ഒരു കൺസെപ്റ്റ് ഒക്കെ കിട്ടും മനസ്സിൽ. അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും 2 നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു, 8 -4 എന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് മനസ്സിൽ അത് പിടികിട്ടും അല്ലെ. ആ ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ് വരും. ചില മനസ്സിൽ വിചാരിച്ചിട്ടോ 8 അതിന്ന് 4 അങ്ങനെയൊക്കെ അവരുടെ മനസ്സിൽ കാൽക്കുലേഷൻസ് ഒക്കെ വരും. അതാണ് ഓരോ ഏജ് എത്തുമ്പോൾ നമ്മളുടെ മാത്സിന്റെ ആ ലെവൽ ഓഫ് ടീച്ചിങ് ഒക്കെ മാറി വരുന്നത് അറിയാലോ. അതായത് എന്തെങ്കിലും ആഡ് ചെയ്താലും ആഡ് ചെയ്തില്ലെങ്കിൽ നമ്പറിന് എന്ത് സംഭവിക്കും, ഒന്നും അതിന് ടേക്കൺ എവേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്പറിന് എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള കൺസെപ്റ്റ്, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കൺസെപ്റ്റ് കിട്ടും. നേരത്തെ എന്ന് വെച്ചാൽ കോൺക്രീറ്റ് ആണ്, കാണുന്നത് മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ചെറിയ ക്ലാസ്, അതായത് ഒരു 4-5 വയസ്സുള്ള കുട്ടിയോട് 10 - 5 എന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതേസമയം കുട്ടിയുടെ കയ്യിൽ ഒരു 10 ചോക്ലേറ്റ്സ് കൊടുത്തു, നമ്മൾ അതിൽ നിന്ന് 5 ചോക്ലേറ്റ്സ് എടുത്തു, അങ്ങനെ ആകുമ്പോൾ ബാക്കി എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അതെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കോൺക്രീറ്റ് ആണ്, കാണുന്നു, ടച്ച് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, ഫീൽ ചെയ്യുന്നു. ആ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേജ് 3ാമത്തെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഏജ് 7 to 11 എന്ന് പറഞ്ഞാൽ ഒരു അസംപ്ഷൻ അല്ലെങ്കിൽ അവര് മനസ്സിൽ വിചാരിച്ച് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആ ഒരു വ്യത്യാസം ആ ഓരോ സ്റ്റേജിലെ. അത് അബ്സ്ട്രാക്ട് തിങ്കിങ് വരുന്നു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ. പിന്നെ പല അതിനെ കുറിച്ച് സൈസ്, ക്വാണ്ടിറ്റി, ഷേപ്പ് അങ്ങനെയുള്ള കുറെ അബ്സ്ട്രാക്ട് ഐഡിയാസ് കുട്ടിക്ക് കിട്ടും. നെക്സ്റ്റ് ലാസ്റ്റ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഏജ് 11 ഇയേഴ്സ് തുടങ്ങി പിന്നീടുള്ള ഏജസ് ആണ് അത് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജ് കിറ്റിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ കുട്ടിക്ക് എല്ലാം റീസണിങ്, ലോജിക്കൽ റീസണിങ് എല്ലാം പറ്റും. അത് കാണുന്ന ഒബ്ജക്ട്സ് മാത്രമല്ല, അല്ലാതെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച്. അതായത് ഇപ്പൊ കുട്ടിയോട് പറയാണ്, ഒരു നമ്മുടെ നാട്ടിലുള്ള കിണറുകളെല്ലാം വറ്റിപ്പോയാൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ചില ഇൻസിഡൻസ് സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക്
അതിനൊരു മറുപടി പറയാനായിട്ട് ഒരു ഡിസ്കഷനുള്ള ആ ഇതൊക്കെ വരും. പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതുപോലെ അനലൈസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് അതിലുണ്ടെങ്കിൽ അതെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് അവരതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കും. അല്ലാതെ കിട്ടുന്നത് അങ്ങനെ ഉള്ളിലേക്ക് വെക്കുകയല്ല ചെയ്യുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ചില കുട്ടികൾ ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര താല്പര്യമായിരിക്കും. പുതുതായി ഇറങ്ങുന്ന ഒരു മൊബൈൽ അല്ലെങ്കിൽ ആപ്പിളിന്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അവർ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കും, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ. അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറിന്റെ ബെസ്റ്റ് സെല്ലർ ഏതെങ്കിലും വിചാരിക്കുക, കുറേ അദ്ദേഹം ഇറക്കിയ പല പല വോളിയൂംസ് വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നെക്സ്റ്റ് ബുക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ അതിനെ പറ്റിയുള്ള ഡേറ്റ കളക്ട് ചെയ്യും, ആ ബുക്ക് ഇറങ്ങി കഴിയുമ്പോൾ റിവ്യൂ കളക്ട് ചെയ്യും. അങ്ങനെ അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് അതിനെപ്പറ്റി കൂടുതൽ അവർ മനസ്സിലാക്കിയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ അത് നോളജ് ആക്കി വെക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അത് നമ്മളിപ്പോ റീസണിങ്, ഇത് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് അത് അനലൈസ് ചെയ്ത് മറുപടി പറയാൻ പറ്റുന്ന ഒരു പ്രായമാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 11 ഇയേഴ്സിന് മുകളിലേക്ക്, ആ ഒരു ടീനേജിലേക്ക് കടക്കുമ്പോഴേക്കും. ഇതാണ് പിയാഗെറ്റിന്റെ സ്റ്റേജസ്. ഇതുപോലെ തന്നെ നമുക്ക് ഇനിയുണ്ട് 3-4 പേരുടെ. നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നോക്കാം. ഞാനപ്പോ അതിന്റെ ഇത് അയച്ചു തരാം, ലിങ്ക് അയച്ചു തരാം. ഓക്കെ, സോ നമുക്ക് മൈൻഡ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? പറയാമോ? ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചൈൽഡ് കെയറിനെ കുറിച്ചും അതുപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ചൈൽഡ് കെയറിൽ ഒരു സർവേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ജിഷ മാം നമുക്ക് പറഞ്ഞു തന്നു. അതിൽ വരുന്ന ടോപ്പിക് ഈസ് ദ ചൈൽഡ് കെയർ ഇൻ അവർ ഹോം സയന്റിഫിക്. അതാണ് നമ്മുടെ ടോപ്പിക് വരുന്നത്. മിനിമം ഒരു 5 പേരെങ്കിലും നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ വിസിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവരെങ്ങനെയും കോൺടാക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ജസ്റ്റ് കൺക്ലൂഷൻ പോലെ പറയാം. ഫസ്റ്റ് പേജ് വരുന്നത് ഫ്രണ്ട് ഷീറ്റ് ആണ്. സെക്കൻഡ് പേജ് പ്രിഫേഴ്സ് വരും. തേർഡ് പേജ് ഇൻഡെക്സ് ഓർ കണ്ടൻസ്. ദെൻ എയിം ഓഫ് പ്രൊജക്ട്, മെത്തേഡ്, ഡാറ്റ കളക്ഷൻ, അനലൈസിസ്, ഒപ്പീനിയൻ, പ്രോഗ്രസീവ് വർക്ക് ടു ഡൺ, കൺക്ലൂഷൻ, റെഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു സർവേ നമ്മൾ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ദെൻ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ പിയാഗെറ്റ്സിന്റെ 4 സ്റ്റേജസിനെ കുറിച്ച് മാം നമുക്ക് പറഞ്ഞു തന്നു. ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ഒരു ഇൻഫാന്റ് ടു 2 ഇയേഴ്സ് വരെയാണ് ആ ഒരു സ്റ്റേജിൽ പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആ ഒരു സ്റ്റേജ് ആണ്. ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 ഇയേഴ്സ് ടു 11 ഇയേഴ്സ് ആണ് വരുന്നത്. ഫൈനൽ സ്റ്റേജ് ഫോർത്ത് വൺ ഈസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12 ഇയേഴ്സ് ആൻഡ് എബോവ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ സൈൻ ഇൻ ചെയ്ത് സാബിറ ഇന്ന് നന്നായിട്ട് ചെയ്തു. കൺഗ്രാറ്റ്സ്. എനിവേ താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. മാം, എന്റെ പേര് കമിത. സൈനിന് ഇന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ കറന്റ് പോയത് ഇന്നലെ 10 മണിക്ക്. ഇവിടെ നല്ല കാറ്റും മഴയായിരുന്നു. അപ്പൊ തെങ്ങ് വീണിട്ട് എന്താണ് പറയാ, കറന്റ് ഇന്നലെ തൊട്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇതിപ്പോ പാലക്കാടിന്റെ കുറച്ച് ഇങ്ങോട്ട് മീനാക്ഷിപുരത്തിന്റെ അടുത്തായിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് സൈനിന് പറയാനോ, എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. ഇപ്പൊ 1:20 വന്നുള്ളൂ കറന്റ്. സോറി മാം. ഓക്കെ, നോ പ്രോബ്ലം. പമിത എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. എന്താ ഉദ്ദേശിച്ചത് സൈനിങ്ങില്? ഒരു മിനിറ്റ്, ചാർജ് ഇല്ലാതെ കുത്തി വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു മിനിറ്റ്. പറ്റുമെങ്കിൽ മതി. ഞാൻ അങ്ങനെ വിചാരിച്ചത് കൊണ്ട് പറ്റിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ചോദിച്ചതേ ഉള്ളൂ. ഒരു മിനിറ്റ് മാം. ഞാൻ പറയട്ടെ മാം? പറയൂ. വിജയങ്ങൾ ആസ്വദിക്കാനും അസൂയയിൽ നിന്ന് മാറി നിൽക്കാനും നമ്മൾ പഠിക്കണം. മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനേക്കാൾ വലുതാണ് സ്വയം തോറ്റുകൊടുക്കുന്നത്. സ്വന്തം കഴിവുകളിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യരിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്ന് സ്വന്തം എബ്രഹാം ലിങ്കൺ. താങ്ക് യു മാം. Okay, bye. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.